ആയുർവേദ ചികിത്സാ രംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന ഡോക്ടർ PKK ഹുറൈർകുട്ടിയുടെ രണ്ടാം അനുസ്മരണം കൂടല്ലൂരിൽ സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PKK ഹുറൈർകുട്ടിയുടെ രണ്ടാം അനുസ്മരണ സമ്മേളനവും ലോഗോ പ്രകാശനവും സൗജന്യ ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും കൂടല്ലൂർ തിത്തിയമു ഉമ്മ മെമ്മോറിയൽ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്കണത്തിൽ വെച്ച് നടന്നു. രോഗികളും നാടുമായും അത്രമേൽ ആത്മബന്ധം പുലർത്തിയ മഹാവ്യക്തിയാണ് ഡോക്ടർ ഹുറൈർകുട്ടിയെന്ന് മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തെ ഇത്രമേൽ പ്രശസ്തനാക്കി മാറ്റിയത് തന്റെ ജോലിയോടുള്ള ആത്മസമർപ്പണം കൊണ്ടായിരുന്നെന്നും മന്ത്രി MB രാജേഷ് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു. ഏതെങ്കിലും നിലയിൽ ഡോക്ടറുടെ ഒരു കരുതലോ കരസ്പർശമോ ഒക്കെ ഏൽക്കാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ ആരും ഉണ്ടാവില്ല. ഏതെങ്കിലും നിലയിൽ അദ്ദേഹം അതിപ്രശസ്തനായ വളരെ തിരക്കുള്ള ഡോക്ടറായിരുന്നു, ബിഷഗ്വരനായിരുന്നു. അദ്ദേഹത്തെ ഇത്രമേൽ തിരക്കുള്ളയാളാക്കി പ്രശസ്തനാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ ജോലിയോടുള്ള ആത്മസമർപ്പണമാണ്. ഒരു ജോലി മാത്രമായിട്ടല്ല അദ്ദേഹം അതിനെ കണ്ടത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ രോഗികളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, രോഗികളുമായിട്ടുള്ള ആത്മബന്ധമാണ് ഡോക്ടറുടെ പ്രത്യേകത. രോഗികളുമായിട്ട് മാത്രമല്ല ആത്മബന്ധം, നാടുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് അസീസ്ക പറഞ്ഞത്. ഈ തിരക്കിനിടയിൽ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം മുടങ്ങാതെ എത്തിക്കൊണ്ടിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. വളരെ ആദരിക്കപ്പെട്ടൊരു വ്യക്തിത്വമാണ്. MP ഇങ്ങനെ ഒരാളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമില്ല. കാരണം MP വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരാളാണ്, വാക്കുകൾ വളരെ പിശുക്കി മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. ആ MP ആണ് ഹുറൈർകുട്ടി ഡോക്ടറെ കുറിച്ച് ഡോക്ടർ MM ബഷീറിനെ വാചാലനായി പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഹുറൈർകുട്ടി ഡോക്ടറുടെ സ്ഥാനം എത്ര വലുതാണ്, MTയെ പോലുള്ള വലിയ മനുഷ്യരുടെ പോലും ഹൃദയത്തിലെന്നാണ് അത് കാണിക്കുന്നത്. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ് അധ്യക്ഷനായി. പരിപാടിയുടെ ഭാഗമായി നടന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. മുൻ MLA VT ബൽറാം ലോഗോ പ്രകാശനവും നിർവഹിച്ചു. ഇവിടെ ഉദ്ഘാടകൻ ശ്രീ രാജേഷോട് സൂചിപ്പിച്ചതുപോലെ കൂടല്ലൂരിന്റെ പുറം ലോകത്തേക്കുള്ള രണ്ട് മേൽവിലാസങ്ങളായിരുന്നു, ഒന്ന് MTയും ഒന്ന് ഡോക്ടർ ഹുറൈർകുട്ടിയും. ലോകത്ത് എവിടെ പോയാലും, പ്രത്യേകിച്ചും കേരളത്തിൽ എവിടെ പോയാലും കൂടല്ലൂരുകാർക്കൊക്കെ വളരെ അഭിമാനത്തോടുകൂടി എടുത്തുപയോഗിക്കാൻ സാധിക്കുന്ന മേൽവിലാസങ്ങളായിരുന്നത്. ഞങ്ങൾ MTയുടെ നാട്ടിൽ നിന്ന് വരുന്നവരാണ്, ഞങ്ങളുടെ നാട്ടിലാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ ഹുറൈർകുട്ടി ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നയാൾ സ്വാഭാവികമായി ശരിവെക്കുന്ന രണ്ട് വസ്തുതകളാണ്. PP അബ്ദുൽ ലത്തീഫ്, VK ചന്ദ്രൻ, PM അസീസ്, T സ്വാലിഹ്, ഡോക്ടർ PK ഹരിദാസ്, PP അബ്ദുൽ ഹമീദ്, KS മുരളി, PK സുരേഷ്, KP സുരേഷ്, ഡോക്ടർ PK ഷിയാസ്, ഡോക്ടർ PK നിയാസ് തുടങ്ങി നിരവധി പേർ അനുസ്മരിച്ചു. കൊല്ലവർഷം 1190 ജനുമാസം 19-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. പ്രസവ സമയത്തുണ്ടായ പ്രശ്നങ്ങൾ മൂലം ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ എന്നറിയാത്ത ദിവസങ്ങൾ. എല്ലാവരും തളർന്നു പോയി. ഭയപ്പെടേണ്ട, അവൻ നമ്മുടെ കൂടെ വരുമെന്ന് പറഞ്ഞ് ഏവർക്കും കരുത്തായി താങ്ങായി തണലായി ഒരാൾ നിലകൊണ്ടു. എന്റെ ഉമ്മ പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം എനിക്കറിയാം. അതിന് NCV ന്യൂസ് തൃത്താല. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.